ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഫ്രണ്ടിലായി മനോഹരമായ ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട് വിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. ഈ ഒരു വില്ല പോലെ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൽ 2 വീടുകൾക്ക് ഈ ഒരു കിണറിൽ നിന്നുമാണ് വെള്ളമെടുക്കുന്നത്. ചുറ്റുമതിലെല്ലാം നമ്മൾ കണ്ടു. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു കാർ പോർച്ചിലേക്കാണ്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ അവിടെ ലഭിക്കുന്നുണ്ട്. വീടിന്റെ മുറ്റത്തായി ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്ക് പോയി നോക്കാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളൊരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ ഭാഗമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും പോകാവുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിന്റെ മുൻവശത്തേക്ക് തന്നെ പോകാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. ഡോർ തുറന്ന് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി 5 അടി നീളം വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. പ്രവേശിക്കുന്ന കവാടമെല്ലാം മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനോട് കൂടിയിട്ടുള്ളതാണ്. വിശാലമായ ഒരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയായി നമുക്ക് 10ഓളം ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഡൗൺ സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും കാണാവുന്ന രീതിയിൽ 2ന്റെയും മധ്യത്തിലായാണ് കൊടുത്തിരിക്കുന്നത്. അത് മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഐവറി കളറിലും ബ്ലൂ കളറിലുമാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് കിച്ചന്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. ഫുൾ കവേർഡ് ആയിട്ട് വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. താഴെ 2 ബെഡ്റൂമാണ് വരിക. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂമിന് 13 അടി നീളവും 12 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്താണ് ഈ ബെഡ്റൂമിന്റെ വാർഡ്രോബ്സ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും വീടിന്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരിക. ഇതിന് 10x10 അളവിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ലഭിക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ 1ാമത്തെ നിലയിലേക്കാണ് പോകാനുള്ളത്. ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിന്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ കാണാം. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമുക്ക് ഇതിന് നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം.
കയറി വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ 5 ലെയർ പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ഈ ഒരു ഭാഗത്തേക്കെല്ലാം ലഭിക്കുന്നുണ്ട്. കയറി വരുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ നിലയിലായി 2 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുക. ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം ഏകദേശം 15 അടി നീളം ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിന് 11.5 അടി വീതിയും ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. മുകളിലെ 2 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതിന് ഏകദേശം 12.5 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും പോകാവുന്ന, കാക്കനാട് നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന, ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഏരിയയിൽ നിൽക്കുന്ന 4 സെന്റിൽ 4 ബെഡ്റൂം 1750 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. Thank you for watching this video. Thank you everyone.